everyone, welcome back to Xylem Learning. It's me Jamshad. Today in this video നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള The Mysterious Picture എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ ഇടയിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസിന്റെ കംപ്ലീറ്റ് ആൻസർ നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ, പവർ ആണല്ലോ. ഈ ഒരൊറ്റ കുഞ്ഞു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ആകാം. ഓക്കെ, സെറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, where do the events narrated in the story take places? എവിടെയാണ് ഈ സ്റ്റോറി നടക്കുന്നത്? എവിടെയാണ് ആക്ച്വലി ഈ കഥ നടക്കുന്ന ആ ഒരു സ്ഥലം എവിടെയാണ്? ജസ്റ്റ് ഗസ്. ഞാൻ ആൻസർ കാണിക്കുന്നതിനും ആക്ച്വലി 2 സ്ലൈഡിലാക്കിയത് ആൻസറും ക്വസ്റ്റ്യനും വേറെ സ്ലൈഡിലാക്കി. എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചിന്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതിയെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്കൂളിൽ നിന്ന് ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള എന്തായിരിക്കും ഹോംവർക്കുകൾ തന്നിട്ടുണ്ടാകും. അത് നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്തതും ഇതും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, എവിടെയാണ് ഈ സ്റ്റോറി നടക്കുന്നത്? ജസ്റ്റ് ഗസ് ദ പ്ലേസ് വേർ ടിൽ എന്റർഡ്. ടിൽ പോയിട്ടുള്ള സ്ഥലം ഏതാണ് മക്കളെ? യെസ്, ദ events narrated in the story take place in the palace of Archduke. ആർച്ച്ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലാണ്. ആർച്ച്ഡ്യൂക്കിന്റെ സ്ഥലം എവിടെ? ബാറ്റൻബർഗ്. ദാറ്റ്സ് ആൻസർ. ഈ ബാറ്റൻബർഗ് എന്നുള്ള വേർഡ് നിങ്ങൾ ആ ഒരു ആൻസറിൽ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ മുമ്പ് ഒരു കാര്യം, ഇതുപോലെ ധാരാളം ഇനി വീഡിയോസ് ഇനി വരാനുണ്ട്. ഇതിലെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സെറ്റ് ആണ്. ഓക്കെ, മെൻഷൻ ദ 2 സെൻട്രൽ ക്യാരക്ടേഴ്സ് യു ഐഡന്റിഫൈ. അപ്പോൾ ഒരു ക്യാരക്ടർ വരെ നമ്മൾ പറഞ്ഞുപോയി. യെസ്, സ്റ്റിൽ. ഓക്കെ, മറ്റൊരു ക്യാരക്ടർ ഉണ്ട്. മെയിൻ ആയിട്ട് 2 ക്യാരക്ടറാണ് അറ്റ് ദിസ് പോയിന്റ് എന്നാ പറഞ്ഞത്. സോ ഈ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്തുന്ന ആ ഒരു പേജിൽ എത്തുമ്പോൾ ഏതൊക്കെയാണ് ആ 2 മെയിൻ ക്യാരക്ടേഴ്സ് ഒന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മറക്കാൻ ഒരു ചാൻസ് ഇല്ല. ടിൽ, ദാറ്റ്സ് എ മെയിൻ ക്യാരക്ടർ ആൻഡ് ദ സെക്കൻഡ് ക്യാരക്ടർ. യെസ്, ആൻഡ് ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ്. അല്ലേ, ആർച്ച്ഡ്യൂക്കിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന ആ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് എന്നാൽ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് ആണ്. യെസ്, ആ ഒരു കൊട്ടാരത്തിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന മെയിൻ ക്യാരക്ടർ ടിൽ തന്നെ നമുക്ക് ഓൾറെഡി പരിചയമുണ്ട്. ഓക്കെ, ടിലിനോ ഒക്കെ പറയാറുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ദ ടിൽ? ടില്ലിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ടില്ലിനെ പറ്റി മനസ്സിലായത്? ഇസ് ഹി എ സീരിയസ് മാൻ? ഭയങ്കര സീരിയസ്, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ നിൽക്കുന്ന ഭയങ്കര സീരിയസ് മാൻ ആണോ? ഓർ വൺ വിത്ത് സെൻസ് ഓഫ് ഹ്യൂമർ, ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണോ? ഹൗ ഡു യു നോ ദിസ്? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അതെങ്ങനെയാണോ നിങ്ങൾ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് ചിലപ്പോൾ അവൻ സീരിയസ് ആണെന്ന് പറയാൻ പറ്റും. മിക്ക ആൾക്കാരും ഹ്യൂമർ ആണെന്ന് പറയുകയായിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഏത് ആൻസറും ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ തോട്ട് എന്താണോ അതാണ് ഇവിടെ ആൻസർ ചെയ്തേണ്ടത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണോ തോന്നിയത്, അത് ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ ആണല്ലോ. ഓക്കെ, എനിക്ക് തോന്നിയത് അവന് ഭയങ്കര ഹ്യൂമറസ് ആണ്, പക്ഷെ ചില ആർക്കെങ്കിലും അത് ആറ്റിറ്റ്യൂഡ് ആണെന്ന് തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ എക്സാക്ട് ആൻസർ എഴുതാത്തത്. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ക്യാപ്റ്റൻ? ക്യാപ്റ്റന്റെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടായിരുന്നോ? ക്യാപ്റ്റൻ ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു, പിന്നെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിരുന്നു? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അതിന്റെ പിന്നിലെ കാരണം എന്താണ്? എന്ത് കാരണം കൊണ്ടാണ്? ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ടില്ലിനെ എന്താക്കിയത്? കൊട്ടാരത്തിലേക്ക് കടത്തി വിട്ടിട്ടായിരുന്നു. ഇല്ലെങ്കിൽ അവനെ കടത്തി വിട്ടില്ല, അവിടെ പിടിച്ചിട്ട് നീ പോടാ എന്ന് പറയായിരുന്നു. എന്താണ് ആ കാരണം? ഓക്കെ, കണ്ടോ? യെസ്, there is a change in the attitude of the captain. ക്യാപ്റ്റന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടായിരുന്നത്. He came to understand that he was a Flemish painter. Yes, a Flemish painter. ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള ഒരു പെയിന്റർ ആണെന്ന് പറഞ്ഞപ്പോ നീ ഫ്ലെമിഷ് പെയിന്റർ ആണോ? ദെൻ ഗെറ്റ് ഇൻടു ദ പാലസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി കൊട്ടാരത്തിൽ കയറിക്കോളാൻ. ഓക്കെ, ഫ്ലെമിഷ് പെയിന്റർ ആണെങ്കിൽ നീ ഭയങ്കര സംഭവമായിരിക്കും, അടിപൊളിയായിരിക്കും, കിടുവായിരിക്കും. അല്ലെ, നമ്മളെ ചില കാറുകൾ ഇറ്റാലിയൻ മെയ്ഡ് കാറാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറ്റാലിയൻ ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, കാറിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, ചില സാധനങ്ങളൊക്കെ പറയും ചൈന മെയ്ഡ് ഇൻ ചൈന. ചൈനയുടെ സാധനമാണ്. പറയാറുണ്ട് ചൈന സാധനം നല്ല സാധനങ്ങളുണ്ടോ? വാട്ടെവർ, ഇതാണ് അതിന്റെ ആൻസർ. ഏത്? ഫ്ലെമിഷ് പെയിന്റർ ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ആ ക്യാപ്റ്റന്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ടിൽ വെൻ ഹി സ്പീക്സ് ടു ദ ആർച്ച്ഡ്യൂക്ക് ഷോസ് ഹിസ് റെസ്പെക്ട് ഫോർ ഹിം. നിങ്ങൾ ടിലിന്റെ ലാംഗ്വേജ് കേട്ടിരുന്നു? ടില്ല് പറയുന്നത് ഫുള്ള് ഭയങ്കര റെസ്പെക്റ്റിലായിരിക്കും. ഹിസ് ഹൈനസ്, അദ്ദേഹത്തിന്റെ ഉന്നതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഓവറാക്കി നല്ല സോപ്പിടലാണ്. പിക്ക് ഔട്ട് എ ഫ്യൂ ഇൻസ്റ്റൻസ് ഓഫ് വിച്ച് ഷോസ് ദിസ്. ഇത് കാണിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം വിവരിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ ആ ചാപ്റ്ററിൽ ഇവന്റെ ഡയലോഗ്, രാജാവുമായിട്ടുള്ള ഏത് ഡയലോഗ് എടുത്ത് നോക്കിയാലും അതിൽ ഇച്ചിരി റെസ്പെക്ട് ഓവറാക്കി കൂട്ടി പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും എഴുതിയാൽ മതി. സപ്പോസ് 2 ഞാൻ എഴുതിയിട്ടുണ്ട്. ദ വേർഡ് മേ യുവർ ഹൈനസ് പാർഡൺ മീ. നിങ്ങളുടെ ആ ഉന്നതി എന്നെ എന്താക്കിക്കോട്ടെ, പുറത്തു തരട്ടെ, പാർഡൺ ചെയ്യട്ടെ, എനിക്ക് മാപ്പ് തരണം. ഐ മൈറ്റ് ലേറ്റ് അറ്റ് യുവർ നോബൽ ഫീൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്താക്കുന്നു, ഈ ഒരു പിക്ചർ നിങ്ങളുടെ കാൽപാദത്തിൽ വെക്കുന്നവരോട് ഭയങ്കര റെസ്പെക്ട്. ഓക്കെ, എക്സിബിറ്റ് ടിൽ റെസ്പെക്ട് ഫോർ ആക്ച്വലി ഭയങ്കര റെസ്പെക്ട് ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു. ഇതുപോലത്തെ 2-3 എക്സാമ്പിൾസ് നിങ്ങൾ ഇതല്ലാത്ത മറ്റൊന്ന് എഴുതി നോക്കൂ. ദാറ്റ് വുഡ് ബി ബെറ്റർ. ഓക്കെ,
അടുത്തൊരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് മോക്ക്. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു. പ്ലീസ് that would be a great thing you guys are doing to me and to Sairam and the exact video you are watching, whatever. Okay, what does Till wish to become? ടില്ലിന് എന്തോ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. സിമ്പിൾ. എന്താണ് ടില്ലിന് ആഗ്രഹം? ആ കൊട്ടാരത്തിലെ ആരാവാനാണ് ആഗ്രഹം? ആരാണ്? രാജാവാണോ? രാജാവ് ഓൾറെഡി അവനെ കൊല്ലും അല്ലേ? രാജാവല്ല. യെസ്, കോർട്ട് പെയിന്റർ. യെസ്, Till wish to become the court painter. കോർട്ട് പെയിന്റർ ആവണം എന്നാണ് നമ്മുടെ മുത്തുമണി ടില്ലിനുണ്ടായിരുന്ന ആഗ്രഹം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Do you think Till and his donkey are hungry? ടില്ലും അവന്റെ ഡോങ്കി ഉണ്ടായിരുന്നല്ലോ, ഡോങ്കിന്റെ പേരെന്താണ്? യെസ്, മൈൻഡ് കയറേ, ജെഫ്. ആ രണ്ടുപേരും ഭയങ്കര ഹംഗ്രി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ. അതിനുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്തും. എന്തുകൊണ്ടാണ് അവര് ഹംഗ്രി ആയിരുന്നു? ഉറപ്പല്ലേ? അവര് പറയുന്നുണ്ട് കുറെ ഡയലോഗില്. Till was looking like a skeleton. ടില്ലാണെങ്കിൽ ഭയങ്കര മെലിഞ്ഞൊട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവന് കുറെ ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. His donkey was not hungry as it was feeding on the grass in the roadside. ഡോങ്കിക്ക് അത്ര വിഷമൊന്നുമില്ല, കാരണം വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ കുറെ എന്തുണ്ട്, പുല്ലുണ്ട്, അതൊക്കെ തിന്നിട്ട് അവൻ ഓക്കെയാണ്, സെറ്റാണ്. പക്ഷെ എനിക്ക് ഭയങ്കര വിശപ്പാണെന്ന് അവൻ ഓൾറെഡി അതിൽ പറയുന്നുണ്ട്. അവൻ മാത്രമല്ല, അവന് സ്കെൽറ്റാണ്, ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ആളാണ്. But he had nothing to eat for past 3 days. പക്ഷേ ചില്ലിനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ടില്ലായതുകൊണ്ട് പറയാൻ പറ്റില്ല. ഏതായാലും അങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. So we have to answer like this one. Next question. What does the Archduke want Till to do? ടില്ലിനോട് ആർച്ച്ഡ്യൂക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു അത്? നോക്കാം. The Archduke wants Till to paint a picture of him. അദ്ദേഹത്തിന്റെ പിക്ചർ വരയ്ക്കണം, രാജാവിന്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. ആൻഡ് ഹിസ് courtiers, അവിടെ ഉണ്ടായിരുന്ന രാജസഭയിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. ആസ് എ മെമ്മറി. അത് ആക്ച്വലി ടിൽ എന്താണ്? ആസ് എ മെമ്മറി ടു ഹിസ് ഡിസെൻഡൻസ്. അവരുടെ പിൻഗാമികൾക്ക് ഒരു ഓർമ്മയാവാൻ വേണ്ടിയിട്ട്, ഭാവിയിൽ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പ്രജകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കൊട്ടാരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ, കോർട്ടിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരു ഓർമ്മയാവാൻ വേണ്ടിയിട്ട്, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിരുന്നു. What does the sentence? We do not know when God will think fit to summon us. നമ്മൾ എപ്പോഴാണ് ദൈവം വിളിക്കാൻ തയ്യാറാവുക എന്ന് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ഐ തിങ്ക് ആർച്ച്ഡ്യൂക്ക് പറഞ്ഞാണ്. ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ചിന്തിച്ചു നോക്കൂ. We do not know, നമുക്കറിയില്ല. When God will think, ദൈവം എപ്പോഴാണ് ചിന്തിക്കുക. Fit to summon us, നമ്മളെ ആരെങ്കിലും വിളിക്കാൻ. സമ്മൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ. ഓക്കെ, വിളിക്കാൻ, നമ്മളെ വിളിക്കാനുള്ള തയ്യാറാവുക എപ്പോഴാണ്, ഫിറ്റ് ആവുക എപ്പോഴാണ്, അതായത് എപ്പോഴാണ് നമ്മളെ ദൈവം വിളിക്കാന്ന് ആർക്കും അറിയില്ല. വിച്ച് മീൻസ് അതിന്റെ ആൻസർ കണ്ടോ? ഇറ്റ് മീൻസ് ദാറ്റ് death is inevitable. ഡെത്ത് എന്ന് പറഞ്ഞാല് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. വി ഹാവ് നോ ഐഡിയ വെൻ വിൽ ഡൈ. എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഇനവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഷുവർ എന്നുള്ള അർത്ഥം കേട്ടോ. ഡെത്ത് എന്താണ്? ഇനവിറ്റബിൾ, അത് ഉറപ്പാണ്. അത് എപ്പോഴാ വിളിക്കുക, എപ്പോഴാ ടൈം എന്നുള്ളത് നമുക്കറിയില്ല ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വൈ ഡസ് Till feel unhappy? ടില്ലിനൊരു സന്തോഷമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? രാജാവ് ടില്ലിനോട് എന്തേ പറഞ്ഞത്? എന്റെ ഒരു ചിത്രം വരയ്ക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് ടില്ലിന് സന്തോഷമില്ലാതിരുന്നത്, അൺഹാപ്പി ആയിരുന്നത് എന്തുകൊണ്ടായിരുന്നു? യെസ്, Till was unhappy because the Archduke asked him to paint him alone. ഒറ്റയ്ക്കുള്ള ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞത്. രാജാവിന്റെ ഒറ്റയ്ക്കുള്ള ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ സജസ്റ്റ് ചെയ്തു, നിങ്ങൾ കോർട്ടിയേഴ്സിന്റെ കൂടി പിക്ചർ വരയ്ക്കാനല്ലേ നല്ലേ നോക്കെ, വിത്തൗട്ട് ദ കോർട്ടിയേഴ്സ് ഇൻ ഇറ്റ്. അതുകൊണ്ട് ചില്ലിന് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ഓക്കെ, ഹു ആർ കമ്പയർഡ് ടു ദ മൂൺ ആൻഡ് ദ ലാൻഡേൺ. ഓർമ്മയുണ്ട്, സോപ്പിടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചില്ലി പറഞ്ഞാണ് ഹു ആർ കമ്പയർഡ് ടു ദ മൂൺ ആൻഡ് ദ ലാൻഡേൺ. മൂണിനോടും അതുപോലെ തന്നെ ലാൻഡേൺ. ഓക്കെ, മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ലാൻഡേൺ എന്ന് പറഞ്ഞാൽ ആ വിളക്കില്ലേ, അതിനോടൊക്കെ എന്താണ്, ആരെയാണ് കമ്പയർ ചെയ്തത്, ആരെയാണ് കമ്പയർ ചെയ്തത് നോക്കാം. The Lord and His Highness were compared to the moon. രാജ്ഞിയും രാജാവിനെയുമാണ് എന്താക്കിയിട്ടുണ്ടായിരുന്നത്, ചന്ദ്രനോയും അതുപോലെ തന്നെ അതിനോടൊക്കെ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് ഹിസ് കോർട്ടിയേഴ്സ് were compared to the lantern. അതുപോലെ തന്നെ അവരുടെ കോർട്ടിയേഴ്സ് ഒക്കെ ലാൻഡേൺ. ഓക്കെ, മറ്റ് രാജാവ് രാജ്ഞി എന്താണ്, മൂണിനോട് കമ്പയർ ചെയ്തു. ഇതാരാ ചെയ്യുന്ന അറിയാലോ, സോപ്പടൽ, ദ കിങ് ഓഫ് സോപ്പടൽ അല്ലേ? Yes, next one. What were the demands of the Archduke and the courtiers in painting their pictures? അപ്പോ പെയിന്റ് ചെയ്യാൻ വേണ്ടിട്ട് ആക്ച്വലി കോർട്ടിയേഴ്സിന്റെയും രാജാവിന്റെയും ഒക്കെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ ഒക്കെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഡിമാൻഡ് വെച്ചിരുന്നു. എന്തായാലും ഡിമാൻഡ്? ഓക്കെ, ഫസ്റ്റ് ഡിമാൻഡ്, ദ Archduke, അവിടെയാണ് സാധനം പെട്ടത്, നമ്മുടെ ടില്ല് പെട്ടത്. The Archduke wanted Till to paint the courtiers exactly like they appear. എങ്ങനെയാണോ എന്റെ കോർട്ടിയേഴ്സ് ഞാനൊക്കെ ഉള്ളത് അതുപോലെ വരയ്ക്കണം. റേഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാർക്ക് അങ്ങോട്ട്
പോക്കി കളഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുന്നു പറഞ്ഞു. ഓക്കെ, ബട്ട് ദ courtiers wanted them to look very attractive and beautiful. പക്ഷേ കോർട്ടിയേഴ്സിനൊക്കെ എന്ത് വേണം, നമ്മളെ ഫിൽറ്റർ ഇട്ട് ഫോട്ടോ എടുക്കുന്നത് പോലെ ഫുൾ ഭംഗിയാക്കണം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പല്ലില്ലാത്തവളെ പല്ല് വെച്ച് കൊടുക്കണം. വലിയ വയറുള്ള ആൾക്കാർക്ക് വയറൊക്കെ കുറച്ച് നല്ല ലുക്കാക്കി 6 pack ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞാണ് അവര് പറഞ്ഞത്. പക്ഷെ രാജാ പറഞ്ഞതോ എന്തെങ്കിലും മാറ്റം വന്നാ കൊല്ലും ചെങ്ങാന്ന് പറഞ്ഞു. ഓക്കെ why did Till think that if he painted the picture he would definitely be killed? എന്തുകൊണ്ടാണ്, ഇതിന്റെ ആൻസർ നമുക്ക് കഴിഞ്ഞെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? why did Till think, രാജാവ് പറഞ്ഞല്ല, ടില്ലിന് മനസ്സിലായി. ടില്ലി ചിന്തിച്ചു അവൻ ആ പിക്ചർ വരച്ച എന്തായാലും അവൻ മരിക്കുമെന്ന് അവന് മനസ്സിലായത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ്? കാരണം എന്താ, the archduke wanted him to paint exactly like him. രാജാവ് പറഞ്ഞു എല്ലാരും കറക്റ്റ് ഉള്ളതുപോലെ വരയ്ക്കണം. ബട്ട് അതേഴ്സ് വാണ്ടഡ് ഹിം ടു പെയിന്റ് ഡിഫറെന്റ്ലി. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞു വളരെ ഡിഫറെന്റ് ആയിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ട് വരയ്ക്കണം. ദിസ് വുഡ് റിസൾട്ട് ഇൻ ഹിസ് ഡെത്ത്. കാരണം കോർട്ടിയേഴ്സ് പറഞ്ഞു അങ്ങനെ വരച്ചില്ല എന്നെ ഞാൻ കൊല്ലും, എന്നെ ഞാൻ കൊല്ലുന്നു. ഓരോരുത്തരും വന്ന് പറഞ്ഞു എങ്ങനെയാലും കൊല്ലും, അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞു. അത് കറക്റ്റ് ഉള്ളതുപോലെ വരച്ചില്ലെങ്കിൽ രാജാവും കൊല്ലും. അപ്പൊ എന്തായാലും മരണം ഉറപ്പായി. ചിത്രം വരച്ചാൽ മരണം ഉറപ്പാണ്. ഓക്കെ, ദിസ് വുഡ് റിസൾട്ട് ഇൻ ഹിസ് ഡെത്ത്. ഇത് അവന്റെ മരണത്തിന് ഒരു റിസൾട്ട് ആകും. ആക്ച്വലി അതിന്റെ റിസൾട്ട് മരണമാകും ചിത്രം വരച്ചു കഴിഞ്ഞാൽ. What will Till to do save himself from being killed? മരിക്കാതിരിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടണം. അയ്യോ ഇല്ല, ക്യാപ്റ്റൻ ഓഫ് ഗാർഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണം, എന്ത് കാര്യം ചെയ്താലാണ് അവനവിടെ മരിക്കാതിരിക്കുക? എന്താണ് ആ ചിത്രം വരയ്ക്കരുതല്ലേ? They had decided not to paint the picture of Archduke and he was having good food and wine with his assistant. എന്താ തീരുമാനിച്ചത്? അവൻ എന്താക്കില്ല, പെയിന്റിങ് വരയ്ക്കാതിരിക്കാൻ തീരുമാനിച്ചു അല്ലെ. Not to paint the picture, അതാണ് എക്സാക്ട് ആൻസർ. Not to paint the picture of Archduke and ആരുടെയാണ് അവരുടെ കോർട്ടിയേഴ്സും. He was having good food and wine with his assistant. അവർ കുറച്ച് അസിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞു. അവരും ഇവനും കൂടി ഭയങ്കര ഫീസ്റ്റ് ആയിരുന്നില്ലേ, ഫുള്ള് ആഘോഷമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. How did they manage to stay in the court for a long? കുറേ ദിവസത്തോളം അവിടെ കോർട്ടിൽ തന്നെ താമസിക്കാൻ എങ്ങനെ സാധിച്ചു നമ്മുടെ ചെക്കന്മാർക്ക്? How many days did he finally get to complete the picture? അവസാനം എത്ര ദിവസം എടുത്തു ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? Question ആണ്. Till was saying that the picture required a few more days for completion and made it last a few more weeks. കുറച്ചുകൂടി ദിവസം എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരാഴ്ചയോളം 2-3 ആഴ്ചയോളം എക്സ്ട്രാ അവൻ എന്താക്കി അവിടെ തന്നെ നിന്നു. And he took 59 days. എത്ര ദിവസടാ? 59 days to complete the picture. 59 ദിവസം എടുത്ത് പിക്ചർ വരച്ച പിക്ചർ എന്താ? ഇതാണ് 59 ദിവസം എടുത്ത് വരച്ച പിക്ചർ. നത്തിങ്, ഒന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു പിക്ചറാണ് അവൻ വരച്ചിട്ടുണ്ടായിരുന്നത്. യെസ്. വാട്ട് ഈസ് എ സ്പെഷ്യൽ അബൌട്ട് ദ പിക്ചർ? പിക്ചറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വാട്ട് ഈസ് എ സ്പെഷ്യൽ അബൌട്ട് ദ പിക്ചർ? പിക്ചർ ഒരു മാജിക് പിക്ചർ ആണ് അല്ലേ? ടില്ല് പറയണ്ടേ എന്തൊരു മാജിക് പിക്ചർ ആണ്. Till had drawn no picture. ടില്ല് ശരിക്കും ഒരു പിക്ചർ വരച്ചിട്ടില്ല. And he said to courtiers, those of noble blood can only view the picture. നോബിൾ ബ്ലഡ് ഉള്ള രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പിക്ചർ കാണാൻ പറ്റുള്ളൂ എന്ന് അങ്ങോട്ട് പറഞ്ഞു നമ്മുടെ ടിൽ. അവിടെയാണ് അവന്റെ ട്രിക്ക് കണ്ടത് അല്ലെ. ഈസ് ദ ജസ്റ്റർ എ മിയർ ഫുൾ? ശരിക്കും ഈ ജസ്റ്റർ ഉണ്ടല്ലോ, വിദൂഷകൻ, അവൻ പൊട്ടനാണോ? വൈ ഡു യു തിങ്ക് സോ? പൊട്ടനാണോ അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക? ശരിക്കും അവനാണോ പൊട്ടൻ, അല്ലെങ്കിൽ മറ്റുള്ളവരാണോ കളവ് പറയുന്നത്? ആരാ പൊട്ടൻ? ഓക്കെ, നമുക്ക് നോക്കാം. The gesture, I think the gesture was not fool. ശരിക്കും ജസ്റ്റർ ഫൂൾ അല്ല. സംഭവം കൂടുതൽ ചിന്തിക്കാത്തോണ്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര എന്താണ് ഇന്നസെന്റ് വേണമെങ്കിൽ പറയാം. അത് ആൻസറിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇന്നസെന്റ്. He was the only one who was brave enough to tell the truth out loud. സത്യം തുറക്കെ വിളിച്ചു പറയാൻ ധൈര്യം ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ആരാണ്? ജസ്റ്ററാണ്. ആലോചിക്കുക. He was that much innocent and അത്രയും പെർഫെക്റ്റ് ആയിട്ട്, അത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള, അത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരാളായിരുന്നു ജസ്റ്റർ. അതുകൊണ്ടല്ലേ ആ സത്യം അവിടെ പറഞ്ഞത്. അവൻ ആ സമയം പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ അവനെ തൂക്കിക്കൊല്ലേക്കാം. പക്ഷെ അവന് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ പറഞ്ഞു. പേടിച്ചിരിക്കരുത്, സത്യം പറയാൻ പേടിക്കരുത് എന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് നമ്മുടെ ജസ്റ്റർ ആണ് തന്നിട്ടുള്ളത്. പലപ്പോഴും അവരെന്താക്കാറുണ്ട്, പലപ്പോഴും ഈ ഒരു കഥ വായിക്കുന്ന സമയത്ത് അവനെ ഒരു വിഡ്ഢിയായിട്ട് പലപ്പോഴും പലരും കണക്കാക്കാറുണ്ട്. ഇൻ മൈ ഒപ്പീനിയൻ ഹി വാസ് റിയലി an innocent person. I hope you guys could understood everything what we have taught today. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏത് ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി ആണ്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി ആണോ ഇനി വേണ്ടത്? ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാപ്റ്റർ ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? ഇതെന്താക്കുക, കമന്റ് ബോക്സിൽ
പറയാം എന്താ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരേണ്ടതെന്നുള്ളത്. അത് മാത്രം നമ്മളെ ലൈവ് സെഷനുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ നോട്ട്സ്, ഫ്രീ നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ. അത് എന്താക്കുക സെറ്റാക്കുക, അതിൽ ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ഇത് ഭയങ്കര സൂപ്പർ യൂസ്ഫുൾ ആയിരിക്കും. സെറ്റാക്കുക, പവറാക്കുക. താങ്ക് യു. ഇറ്റ്സ് മീ Jamshad Ali. You can call me JD. Let's see another video with another session. Until then, it's a bye. Thank you.